അല്ല, അകത്തൊന്നും പോയിട്ടൊന്നുമില്ല. പുള്ളി കയറിയിട്ടില്ല അവര്. കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി റബ്ബർ ബോർഡ് ക്വാർട്ടേഴ്സിൻ്റെ അവിടെയാണ്. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഇവിടെ ഒരു മോഷണം നടന്നിട്ടുണ്ട്. ഇത് 3 ക്വാർട്ടേഴ്സുകളിലാണ് മോഷണം നടന്നിരിക്കുന്നത്. ഒരെണ്ണം കുത്തി തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കൂടുതലും സ്വർണ്ണാഭരണങ്ങളൊക്കെയാണ് മോഷണം പോയിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകും. ഇത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 1-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇവിടെയാണ് ഇന്നലെ രാത്രിയിൽ മോഷണം നടന്നത്. റബ്ബർ ബോർഡിൻ്റെ ഈ ഭാഗങ്ങൾ മുഴുവൻ ക്വാർട്ടേഴ്സുകളാണ്. ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ള പലരുമാണ് ഇവിടെ താമസിക്കുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് മോഷണ വിവരം അറിഞ്ഞത്. ശരിക്കും ജോലിക്കാരെ ഞെട്ടിച്ച ഒരു വാർത്ത തന്നെയാണ്. കാരണം അതുപോലെ സുരക്ഷാ സംവിധാനത്തിലാണ് ഇവിടെ എല്ലാ വിഭാഗങ്ങളും പ്രവർത്തിക്കുന്നത്. ഈ ഫ്ലാറ്റ് കുത്തി തുറക്കാൻ ശ്രമിച്ചതാണ്. 3 ഫ്ലാറ്റിലാണ് മോഷണം നടന്നത്. 4-ാമത്തെ ഫ്ലാറ്റാണ് ഇത് കുത്തി തുറക്കാൻ ശ്രമിച്ചതുള്ളൂ. രാവിലെ തന്നെ പോലീസ് സ്ഥലത്തെത്തിയായിരുന്നു. കോട്ടയം ഈസ്റ്റ് സ്റ്റേഷൻ്റെ പരിധിയിലാണ്. ഒരു ഫ്ലാറ്റിലെ ആൾക്കാരുടെ മാത്രം വിവരം പൂർണ്ണമായി കിട്ടിയിട്ടുള്ളൂ. അവരുടെ ഏകദേശം 30 പവനോളം സ്വർണ്ണം മോഷണം പോയതായിട്ടാണ് ഇന്നറിയാൻ സാധിച്ചത്. ബാക്കി രണ്ട് ഫ്ലാറ്റിലെ ആൾക്കാർ സ്ഥലത്തില്ല. അവർ വന്നതിന് ശേഷം മാത്രമേ അവിടുന്ന് എന്തൊക്കെ മോഷണം പോയെന്ന് അറിയാൻ സാധിക്കത്തുള്ളൂ. ഈ പ്രദേശത്ത് CCTV ഒന്നുമില്ല. പോലീസ് സംഘം വിശദമായ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡ്, ഫിംഗർ പ്രിൻ്റ് എന്നുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഉടനടി എത്തുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. കോട്ടയം ഈസ്റ്റ് SHO U ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എല്ലാവരും സ്ഥലത്തുണ്ട്. പരിശോധനകൾ ആരംഭിച്ചിരിക്കുകയാണ്.